നിൽക്കുന്ന സമയത്ത് നമുക്കൊക്കെ എല്ലാവർക്കും ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലേ. ഇപ്പോൾ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ നേഴ്സായിട്ടൊക്കെ നമ്മൾ ജർമ്മനിയിൽ വരാൻ നേരത്ത് ഇവിടെ എവിടെ ജോലി ചെയ്യും? എനിക്ക് കുറേ മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്യുന്നതാണോ നല്ലത്, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതാണോ നല്ലത്? ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊക്കെ എല്ലാവർക്കും ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലേ. ഇപ്പോൾ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ നേഴ്സായിട്ടൊക്കെ നമ്മൾ ജർമ്മനിയിൽ വരാൻ നേരത്ത് ഇവിടെ എവിടെ ജോലി ചെയ്യും? എനിക്ക് കുറേ മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്യുന്നതാണോ നല്ലത്, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതാണോ നല്ലത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻസ് ആണ്. അതിന് കാരണം വേറൊന്നുമല്ല, ആർക്കും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ലല്ലോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലത്തെ ഒരു ഹെൽത്ത് സിസ്റ്റമേ അല്ല ജർമ്മനിയിലത്തെ ഒരു ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥകളും കാര്യങ്ങളും സിറ്റുവേഷൻസും എല്ലാം മാറിയിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ വന്ന സമയത്ത് ഞാനൊരു റേഹ ക്ലിനിക്കിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടെ വെച്ചിട്ടാണ് എൻ്റെ രജിസ്ട്രേഷൻ്റെ എക്സാമും കാര്യങ്ങളും ഒക്കെ ചെയ്തായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് ചേഞ്ച് ചെയ്തത്. നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ബി ടു ഒക്കെ കഴിഞ്ഞ് ഇപ്പം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഓരോരുത്തർ ബി ടു ഒക്കെ പാസ്സാവുന്നത്. കാരണം ഒരു സ്ഥലത്ത് എഴുതി ഒരു ടൈല് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു എക്സാം എഴുതാൻ വേണ്ടി നമുക്കൊരു ഡേറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പം ഞാനൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരു മാസത്തിനുള്ളിൽ 1.5 മാസത്തിനുള്ളിൽ നമുക്കൊരു വേറെ ഡേറ്റ് കിട്ടുമായിരുന്നു. അപ്പം നമുക്ക് ഒരു പരിധിക്കുള്ളൊന്നും ബാർഗെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ജർമ്മനിക്ക് വരണം എന്നായിരിക്കും. അപ്പം നമുക്ക് എവിടെയാണോ അവസരം കിട്ടുന്നത് അവിടെ നമ്മൾ ജോയിൻ ചെയ്യും. ഓൾഡ് ഏജ് ഹോം ആണെങ്കിൽ ഓൾഡ് ഏജ് ഹോം, റേഹ ക്ലിനിക് ആണെങ്കിൽ റേഹ ക്ലിനിക്, ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റൽ എന്നുള്ള രീതിക്ക് നമ്മളവിടെ ജോയിൻ ചെയ്യും. അവിടെ വന്നിട്ട് നമ്മുടെ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഞാനിവിടെ വന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 വർഷം ആവാറായി. അപ്പം ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതൊക്കെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ വേറൊരാളോട് ചോദിച്ചാൽ ആ ആൾക്ക് ഇത് തന്നെ ആയിരിക്കണം തോന്നണേ നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് ഇരിക്കുന്നത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുപോലെ എൻ്റെ ഗോൾസ് ആയിരിക്കണം എന്നില്ല വേറൊരാളുടെ ഗോൾസ് ആയിട്ട് വരുന്നത്. അതുപോലെ ആ ഒരു പ്രയോറിറ്റീസും വ്യത്യാസം ഉണ്ടാകും. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. വേറൊരാൾക്ക് വേറെ തോന്നാട്ടോ. ഇപ്പൊ ജർമ്മനി എന്ന് പറഞ്ഞു കഴിയുമ്പം ഹോസ്പിറ്റൽ സെറ്റപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സാധാ ഹോസ്പിറ്റൽസ്. അപ്പം അവിടെ തന്നെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേഷ്യൻസ് ഉണ്ടാകും. അതുപോലെ ICU സെറ്റപ്പുകൾ ഉണ്ടാവും, വാർഡ് സെറ്റപ്പ് ഉണ്ടാവും. അങ്ങനെ പല നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഹോസ്പിറ്റൽസ് പല വാർഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് തന്നെ ചിന്തിച്ചറിയാം. ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിയുമ്പം ഒരു ദിവസം തന്നെ ഒരുപാട് അഡ്മിഷൻസ് ഉണ്ടാവും, ഒരുപാട് ഡിസ്ചാർജുകൾ ഉണ്ടാവും. എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽസിൽ കുറച്ചും കൂടെ നമ്മൾ പെട്ടെന്ന് ചെയ്യണം. ഇപ്പം നമ്മൾ ഇപ്പം നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു പേഷ്യൻറ്റ് പെട്ടെന്ന് അയാൾ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോവാം. അപ്പം ഒരുപാട് എമർജൻസി കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ളൊരിത്, പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽസ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നേഴ്സായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അപ്പം കുറച്ചും കൂടെ സംസാരിക്കാനൊക്കെ കോൺഫിഡൻ്റ് ആണെന്നുള്ളവരൊക്കെ കുറച്ചും കൂടെ ഹോസ്പിറ്റൽസ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ വരുമ്പോൾ തന്നെ ഇപ്പം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പം കുറച്ചും കൂടെ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ഒരു ഓപ്ഷൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ പല കേസസ് വരും, പല അസുഖങ്ങളുള്ള ആളുകൾ വരും. ഇപ്പം ഞാൻ ഇന്നർ മെഡിസിനിലാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങളുടെ മോണിറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എന്നോർത്തുകൊണ്ട് നമുക്ക് ആ ഇന്നർ റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമുള്ള പേഷ്യൻസ് അല്ല വരുന്നത്. ഞാൻ മെഡിക്കൽ റിലേറ്റഡ് കാര്യങ്ങളുള്ള ഒരു വാർഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് കുറവുള്ളത് തോന്നും. കാരണം വെച്ചാൽ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ജർമ്മൻ കയറി വരുവാണ്. ഞാൻ നോർമലി അതായിട്ടല്ലേ സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ ഇംഗ്ലീഷിലാണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതെന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ ചിന്തിക്കുവാണ് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. കാരണം അതിന് ഇംഗ്ലീഷ് എന്താണെന്ന് ഞാൻ ചിന്തിക്കുവാണ്. പക്ഷെ എനിക്കത് പെട്ടെന്ന് വരണില്ല. ഞാൻ ഇന്നർ മെഡിസിനിലാണ് നിൽക്കുന്നത് എന്നുള്ളെങ്കിൽ കൂടി ഇപ്പം എനിക്ക് ന്യൂറോളജി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം കിഡ്നി റിലേറ്റഡ് അസുഖങ്ങളായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ സർജറി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും ഇന്റേണൽ മെഡിസിൻ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അങ്ങനത്തെ പേഷ്യൻസ് വരെ എനിക്ക് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാലും എനിക്ക് പല കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിവ് വേണം. എന്നാലാണ് എനിക്ക് അവിടെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതാണ് ഒരു ഹോസ്പിറ്റലിന്റെ വ്യത്യാസം. എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പം രാവിലെ നമ്മൾ ഈ കറക്റ്റായിട്ടുള്ളൊരു പേഷ്യൻറ്റ് കെയർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പിനേക്കാളുപരി കുറച്ചും കൂടെ അവിടെ ഈ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സും കുറെ കൂടെ ഡോക്ടേഴ്സിന്റെ വിസിറ്റും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് കുറച്ചും കൂടെ. ഡോക്യുമെന്റേഷൻ കുറെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. പക്ഷേ ഡോക്യുമെന്റേഷൻ കുറെ നമ്മൾ ചെയ്യും. പിന്നെ
പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു നോളജ് കുറച്ചും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഹോസ്പിറ്റലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ വന്ന സമയത്ത് റേഹ ക്ലിനിക്കായിരുന്നു, പിന്നെ ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ ഏബൻ ജോബ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ മാറാം. അപ്പോൾ ഈ ഒരു 3 സെറ്റപ്പിനെ കുറിച്ച് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയാം. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണ്, ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് പെട്ടെന്ന് ഒരു ഇതായിട്ട് വരുവാണെങ്കിൽ ഒരു കുറച്ച് മരുന്നുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ അവിടെ കുറേ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മുടെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ പറയുമ്പോൾ അത് എടുത്ത് ഉടനെ കൊടുക്കാൻ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്യണം. അപ്പം നമ്മുടെ എല്ലാ സെൻസസും വർക്ക് ആവണമെന്ന് പറയത്തില്ല. അപ്പം അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. അതെനിക്കിഷ്ടമാണ് ചെയ്യാനായിട്ട്. വേറെ ഇപ്പം സ്ട്രെസ് ഉണ്ട്, പക്ഷെ എന്നാൽ പോലും എൻ്റെ സെൻസസ് എല്ലാം ഇങ്ങനെ വർക്കായിട്ടിരിക്കുന്നത്, ഞാൻ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത്, ഒരു സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നത്, പല കാര്യങ്ങൾ ചിന്തിച്ച് വേറെ കാര്യങ്ങൾ ചെയ്യുന്നത്, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. അത് കാരണം എനിക്ക് ആ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വേറൊരാൾക്ക് അത് അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാവണോ നിർബന്ധമില്ല. ആ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ട് ചെയ്യാനായിരിക്കും കുറേ ആളുകൾക്ക് താല്പര്യം. ഞാൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ഗെസൂൺഹൈറ്റ് സിസ്റ്റം എന്ന് പറയും, ഒരു ഹെൽത്ത് സിസ്റ്റം, അതിനെക്കുറിച്ചുള്ളൊരു നല്ലൊരു നോളജ് എനിക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഹോസ്പിറ്റലിൽ കുറേ കൂടി ഇൻവോൾവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് ജോലി ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ തോന്നി തുടങ്ങിയത്. എനിക്കിഷ്ടമാണ്. എന്നോടിപ്പം എനിക്ക് ഇപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോമിലോ റേഹ ക്ലിനിക്കിലോ ജോലി ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്ന് ഞാൻ ജോലിക്ക് പോയാലും പുതിയതായിട്ട് ഒരു കാര്യമെങ്കിലും ഞാൻ പഠിച്ചിട്ടേ വരത്തുള്ളൂ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഠിക്കാൻ ഭയങ്കര തയ്യാറായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് കാരണം ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതും ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമില്ല. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എനിക്കിഷ്ടമാണത് ചെയ്യാനായിട്ട്. എന്തെങ്കിലും ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് 2 വെറുതെങ്കിലും പഠിക്കാണ്ട് ഞാൻ ജോലി ഒന്നും തിരിച്ചു വരാറില്ല. എന്ന് വെച്ചാൽ നമ്മൾ ജർമ്മൻസിനെയൊക്കെ കാണുമല്ലേ. അപ്പം ഇഷ്ടമാണ്, എനിക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരാളാണ്. അപ്പം അവിടെയുള്ള എല്ലാവരുമായിട്ട് ഞാൻ സംസാരിക്കും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടേ ഞാൻ ഇന്ന് തിരിച്ചു വരാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു റേഹ ക്ലിനിക് ആണെന്നുണ്ടെങ്കിൽ, റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നാട്ടിലത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. പക്ഷേ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ റീഹാബിലിറ്റേഷൻ പല റീഹാബിലിറ്റേഷൻ, ഇപ്പം ന്യൂറോളജി ഉണ്ട്. ഇപ്പോൾ ഒരു സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ വന്ന ആൾക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്നത് ഒരു റേഹ ക്ലിനിക്ക് സൈഡിലേക്ക് പോകും. അപ്പോൾ അവർക്ക് അവിടെ ചെന്നിട്ട് ഇപ്പം സ്ട്രോക്ക് ഒക്കെ വന്നിപ്പോൾ ഒരു കൈ കറക്റ്റായിട്ട് അനക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അവരവിടെ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരും. നമുക്ക് എത്ര മാക്സിമം ആയിട്ട് എത്ര ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ പറ്റുമോ അത്ര ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് വരുത്താനുള്ളൊരു ഇതാണ് അവിടെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പ് വരും. ഇപ്പോൾ ന്യൂറോളജി ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ ഇപ്പോൾ കാർഡിയോളജി റേഹ പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റെൻ്റ് ഒക്കെ ഇട്ടിട്ട് അതിനുശേഷം കാർഡിയോളജി, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നതിന് ശേഷം സ്റ്റെൻ്റ് ഒക്കെ ഇട്ട് അങ്ങനെ ഒരു റിഷ്ടുങ് എന്ന് പറയും, ആ ഒരു സൈഡിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അതുപോലെ എന്ന് വെച്ചാൽ ഈ മാനസികമായിട്ട് പ്രശ്നമുള്ള ആളുകൾ, ആ ഒരു രീതിക്കുള്ള റേഹ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ പല 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 റേഹയുണ്ട്. ഇപ്പോൾ ഒരു കൈ ഒടിഞ്ഞു, അതിനുശേഷം റേഹ പോകുന്ന ആളുകളുണ്ട്. അപ്പം ഓരോ സ്ഥലത്ത് ഞാൻ നിന്നിരുന്ന ന്യൂറോളജി ആയിരുന്നു. അപ്പം എന്നുവെച്ചാൽ പേഷ്യൻസിനെ തിരിക്കാനും മറിക്കാനും ഒക്കെ ഉള്ളൊരു അത് ഞാൻ ചെയ്യാനുള്ളൊരു ആരോഗ്യം എനിക്ക് വേണമായിരുന്നു. പിന്നെ ആരോഗ്യത്തിലൊന്നും അല്ലാത്ത കാര്യം, നമുക്ക് ഒരു നാക്കെന്ന് പറയും. എനിക്ക് എല്ലാവരുടെ നാട്ടിലൊക്കെ എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഒരുപാട് വെയിറ്റോ നമുക്ക് ഒരുപാട് ശക്തിയോ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്കൊരു ചെയ്യാനായിട്ട്. നമുക്ക് അതിൻ്റെ ഒരു മരുന്ന് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ റേഹ ക്ലിനിക്കിൽ നിൽക്കുമ്പം കുറച്ചും കൂടി ഇപ്പോൾ ന്യൂറോ റേഹയൊക്കെ ആണെങ്കിൽ നമുക്ക് സാലറി കൂടുതലുണ്ട് കേട്ടോ. വെച്ചാൽ ബേസിക് സാലറി അല്ല, നമ്മൾ സൂഷ്ലാഗ എന്ന് പറയും, അലവൻസസ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സൂഷ്ലാഗ നമുക്ക് കൂടുതലായിരിക്കും. പക്ഷേ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഫിസിക്കലായിട്ട് പണിയെടുക്കേണ്ട അവസ്ഥ വരും ശരിക്കും. കാരണം പേഷ്യൻസിനെ അവർക്ക് ഇപ്പോൾ ഒരു കട്ടിലേക്ക് കിടക്കുന്ന ഒരാൾ ഒരു റോൾ സ്റ്റൂളിലേക്ക്, എന്ന് വെച്ചാൽ ഒരു വീൽ ചെയറിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ അയാൾ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളും പണിയെടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു പണി കൂടുതലാണ്. പിന്നെ റേഹ ക്ലിനിക്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ആഴ്ചയിൽ ഒരു അഡ്മിഷൻ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ഡിസ്ചാർജ്, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു അഡ്മിഷൻ, ഒരു ഡിസ്ചാർജ്, അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടേക്കുന്നത്. ഇനിയിപ്പോൾ എന്നൊന്നും ഡിസ്ചാർജ് ചെയ്ത് വരുന്ന റേഹ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം റേഹ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ടൈം പീരീഡിലേക്കായിരിക്കും ആൾക്കാർ വരുന്നത്. 1 മാസം 2 മാസം 3 ആഴ്ച. അപ്പോൾ അവരെന്തായാലും അത്രയും സമയം കാണും. ഈ കാണുന്ന ആളുകളെ തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിയുമ്പം എന്നും കാണുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കേണ്ട, എന്നിടയ്ക്കൊക്കെ ആൾക്കാർ മാറിയും വരും. എന്നാൽ കുറച്ചും കൂടെ സേഫ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ എപ്പോഴും അഡ്മിഷൻസും കാര്യങ്ങളും വരത്തില്ല, ഡിസ്ചാർജ് കാര്യങ്ങൾ വരില്ല. അപ്പോൾ ആ ഒരു പേഷ്യൻറ്റിനെ നമുക്കറിയാലോ. അപ്പം അതിലത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഒരുപാട് പഠിക്കാൻ അങ്ങനെയുള്ളൊരു ഇതുണ്ടെന്ന് ഓപ്ഷൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആദ്യമൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവും. പിന്നെ റൊട്ടീനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ കൂടുതലൊന്നും അവിടെ വരാനില്ല. നമുക്കത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കുറച്ചും കൂടെ ഒരു ഹോസ്പിറ്റലിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു സേഫ് സെറ്റപ്പ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബോറടിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ചേഞ്ചസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഒന്ന് മാറിയത്. പിന്നെ എനിക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു.
അപ്പം എല്ലാം കൂടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ബോറടിച്ചു തുടങ്ങി. എനിക്ക് പ്രത്യേകമായിട്ട് പുതിയതായിട്ടൊന്നും ഇല്ല. അപ്പം അങ്ങനെയാണ് ഞാനത് ചേഞ്ച് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഓൾഡ് ഏജ് ഹോം സെറ്റപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെച്ചാൽ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന സെറ്റപ്പ് തന്നെയാണ്. പ്രായമായവർ വീട്ടിൽ അവരെ നോക്കാൻ സാഹചര്യമില്ലാതെ വന്നു കഴിയുമ്പം എല്ലാവരും തന്നെ പോകും കേട്ടോ. കാരണം ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നാട്ടിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു മോശപ്പെട്ട ഒരു സെറ്റപ്പ് എന്നുള്ളൊരു രീതിയായിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ പേരൻസിന്റെ മക്കൾക്ക് നോക്കാൻ താല്പര്യമില്ലാതെ അവരോട് കൊണ്ടുവന്നിടുന്നു എന്നുള്ളൊരു, നോക്കാൻ ഇഷ്ടമില്ലാതെ കൊണ്ടുവന്നിടുന്നു എന്നുള്ളൊരു, അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇല്ലാത്തിട്ട് അവരെ നമ്മളതിന് തയ്യാറല്ലാതെ കൊണ്ടുവന്നിടുന്നു എന്നുള്ളൊരു നെഗറ്റീവ് ഇംപ്രഷനായിരുന്നു എനിക്ക് ഓൾഡ് ഏജ് ഹോമുകളെ കുറിച്ച് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എല്ലാവർക്കും അവനവൻ്റെ ലൈഫാണ്. ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും കുട്ടികളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫിനും അവരുടെ ലൈഫ് കഴിഞ്ഞിട്ടുള്ളൊരു ഇതേ ഉള്ളൂ കുട്ടികൾക്കുള്ളൂ. കുട്ടികളാണെന്നുണ്ടെങ്കിൽ പോലും അവരവരുടെ കൊച്ചിലെ തന്നെ തൊട്ടേ അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായിട്ടാണ് അവർ വളർന്നു വരുന്നത്. അപ്പം എല്ലാവരും അതുപോലെ തന്നെ ഇവിടെ ആൾക്കാരൊന്നും ഒട്ടും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മുടെ നാട്ടിലത്തെ പോലെ ഇപ്പോൾ ഒരാൾക്കൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ എല്ലാവരും കൂടി വന്ന് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരു ഇതില്ല കേട്ടോ. ചിലപ്പോൾ 1-2 ആളുകൾക്ക് ഉണ്ടാവും. പക്ഷെ എന്നാലും അവനവൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഇപ്പം ഇവിടുത്തെ പേരൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഇഷ്ടമല്ല മക്കളാണെന്നുണ്ടെങ്കിൽ പോലും ഒരു പരിധിക്കുള്ളിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരവരുടെ കാര്യം നോക്കണം, അവരുടെ രീതിക്ക് ജീവിക്കണം, അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കണം എന്നുള്ള രീതിക്കാണ് അവരെല്ലാവരും തന്നെ ഈ ഓൾഡ് ഏജ് ഹോമുകൾ ചൂസ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് ചൂസ് ചെയ്ത് പോകുന്ന ആളുകൾ വരെ ഉണ്ട്. അപ്പം ഇവിടുത്തെ ആ ഒരു സെറ്റപ്പ് കാര്യങ്ങൾ, ഇവിടുത്തെ ആൾക്കാരുടെ മെൻറ്റാലിറ്റി ഒക്കെ ഒരുപാട് വ്യത്യാസമാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടായിരുന്നൊക്കെ എനിക്ക് പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് അവിടെ ഞാൻ നെയ്ബർ ജോബ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആക്ച്വലി വീട് പോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ അവിടെ ഒത്തിരി മെഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ആൾക്കാർ വന്ന് താമസിക്കുന്ന പോലെ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരേ പ്രായത്തിലുള്ള കുറേ പേർ ഒന്നിച്ച് താമസിക്കുന്നു. അവർക്ക് ഫുഡ് കഴിക്കാൻ ഒരു റൂം, അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേറൊരു റൂം. അപ്പോൾ അവരെ സഹായിക്കാനായിട്ട് കുറേ നഴ്സുമാരും ഹെൽപ്പർമാരും അല്ലാത്ത ആൾക്കാരും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഫുഡ് കിട്ടുന്നത് വെച്ചാൽ ഡെയിലി സെയിം റൊട്ടീൻ. അവരിഷ്ടമുള്ള സമയത്ത് എഴുന്നേൽക്കുന്നു, രാവിലെ ആണെങ്കിൽ ഫുഡ് കൊടുക്കുന്നു. അങ്ങനെ നമ്മളൊരു വീട്ടിൽ ജീവിക്കുന്ന പോലെ തന്നെ. അവിടെ നഴ്സിംഗ് ഇതായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ഒരു നഴ്സിനെ ഭയങ്കരമായിട്ട് എന്തോ ചെയ്യാൻ പറ്റുന്ന പോലെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് 4 ദിവസം ഞാൻ മാസത്തിൽ എനിക്ക് നെയ്ബർ ജോബ് 4 ദിവസമായിരുന്നു. പോയിട്ടൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ഞാൻ അവിടെ ജോലി ചെയ്യാനായിട്ട്. എനിക്ക് ഈ പ്രായമായവരെയൊക്കെ ഇഷ്ടമാണ്, അവരോട് സംസാരിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ജോലി ഞാൻ ഒട്ടും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം എന്ന് ചെല്ലുമ്പം ഈ കാണുന്ന ആളുകൾ തന്നെയാണ് ഞാൻ എപ്പോഴും കാണുന്നത്. ഈ കാണുന്ന ജോലി തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പം 4 ദിവസം മാസത്തിൽ ചെയ്തിട്ട് പോലും എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുമായിരുന്നു. പിന്നെ വെച്ചാൽ ഭയങ്കര സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് അവിടെ. കാരണം അവിടെ ഇപ്പം കാണുന്ന സെയിം ആളുകൾ തന്നെ അവർക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, അവരുടെ എന്തെങ്കിലും ഒരു അസുഖം പോലെ വന്നിപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഇവിടുത്തെ ആംബുലൻസ് വിളിക്കും. കാങ്കൻ വാഗൻ എന്നാണ് പറയുന്നത്. ആംബുലൻസ് വിളിക്കും. അപ്പോൾ അവരൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അവിടെ നമുക്ക് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇവർ പോകും. അതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ആൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഇപ്പം എന്തെങ്കിലും ചുണ്ടിലൊരു വിണ്ടുകീറിൽ വന്നിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട്. ആ മരുന്ന് പോലും നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റില്ല. ഒരു പേഷ്യൻറ്റ് ബെവോണർ എന്നാണ് അവിടെ പറയുന്നത്. പേഷ്യൻ്റ് എന്നല്ല, ബെവോണർ എന്നാണ് പറയുക. അവിടെ താമസിക്കുന്ന ഒരാൾ, ആ താമസിക്കുന്ന അന്തേവാസി, ആ ആൾക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ അയാളുടെ ഹൗസ് ആർസ്റ്റിനെ കണ്ട് വെച്ചാൽ ഡോക്ടറിനെ കണ്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകളല്ലാതെ ഒരു മരുന്ന് പോലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല അവിടെ എക്സ്ട്രാ മരുന്നുകളും ഇല്ല. നമ്മൾ ഇപ്പോൾ ഒരാൾ അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഒരാൾ താമസിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള മരുന്നുകൾ മാത്രം അയാൾക്കൊരു ഷെൽഫുണ്ട്, അവിടെ എടുത്ത് വെക്കുക. അപ്പോൾ അയാൾക്കൊരു മുറിവുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എക്സാക്റ്റ് എത്ര വേണം അത്രയും മാത്രമേ അവിടെ ഉള്ളൂ. എക്സ്ട്രാ ഒന്നും നമുക്ക് എക്സ്ട്രാ എടുക്കാൻ പോലുള്ള ഒരു ഇതില്ല. അപ്പം അവരവരുടെ മരുന്നുകൾ അവരവർ കഴിക്കാം. അപ്പം നമുക്ക് എക്സ്ട്രാ ആയിട്ടൊന്നും പഠിക്കാനോ അങ്ങനെയൊന്നും ഇല്ല അവിടെ. പിന്നെ വെച്ചാൽ ഭയങ്കര സേഫ് ആയിട്ടൊരു സെറ്റപ്പാണ്. കാരണം ഒട്ടും റിസ്ക് ഇല്ല അവിടെ നിൽക്കുന്ന സമയത്ത്. ഞാൻ ഉദ്ദേശിച്ച മെഡിക്കൽ ഫീൽഡ് പരമായിട്ടൊട്ടും റിസ്ക് ഇല്ല. എന്തെങ്കിലും ഒരു ഇത് നമുക്ക് മോശമായിട്ടൊരു പേഷ്യൻറ്റിൻ്റെ ഒരാളുടെ പോകുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ആംബുലൻസ് വിളിക്കുക, ആംബുലൻസ് വിളിച്ച് വിടുക, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ അവരുടെ ആളുകളൊക്കെ വിളിക്കുക, എന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ മക്കൾ അല്ലെങ്കിൽ കസിൻസ് അങ്ങനത്തെ ആൾക്കാരൊക്കെ വിളിക്കുക. അപ്പോൾ ഫോണിലൊക്കെ നമ്മൾ കുറച്ച് സംസാരിക്കേണ്ടി വരും. അത്രയും മാത്രമേ ഉള്ളൂ. ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് കേട്ടോ. ഇനി അവിടെ എന്ന് വെച്ചാൽ ഞാൻ ആഴ്ചയിൽ 4 ദിവസം പോയ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനൊരു 7-8 മാസം പോയായിരുന്നു. അതിൽ കൂടെ എനിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവിടെ ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഡിസ്കണ്ടിന്യൂ ചെയ്തത്. പിന്നെ എനിക്ക് പഠിക്കാനൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് സമയമില്ലാണ്ടായി. അപ്പോൾ പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു. നമുക്ക് ഇഷ്ടം കുറച്ച് കുറവുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കിതൊക്കെയാണ് ഫീൽ ചെയ്തത്. ചിലപ്പോൾ ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം. അവരുടെ ആയിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അവരിങ്ങനെ കുറേ കാലം നിൽക്കുമ്പോൾ അവരുമായിട്ടൊരു ബന്ധവും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെയൊക്കെ ഇത് വരുമായിരിക്കും. പക്ഷേ എനിക്കറിയില്ല, എനിക്കിങ്ങനെയാണ് തോന്നിയത്. കാരണം എനിക്കങ്ങനെ ഒരു മാറി വരുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. എന്നും സെയിം റൊട്ടീൻ, സെയിം ആളുകൾ,
അപ്പോൾ അതെനിക്ക് ഇഷ്ടമായില്ല അങ്ങനെ. കാരണം ഇപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഇപ്പോൾ നമുക്ക് എക്സാമൊക്കെ എഴുതാനുണ്ടെന്നുണ്ടെങ്കിൽ എക്സാമൊക്കെ എഴുതുകയാണെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. കാരണം അവിടെ വേറെ എക്സ്ട്രാ ആൾ വരാനില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആൾ വരും. അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളുള്ളൂ. ഒരു പരിധിക്കുള്ളിൽ ഇപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാനില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പിന്നെ അത് ഭയങ്കര സേഫായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകളും കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഒരാൾക്ക് ഇപ്പോൾ ക്യാൻസറൊക്കെ അതിൻ്റെ ഒരു എൻഡ് സ്റ്റേജ് ഡിസീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം അവർ പോകുന്നൊരു സ്ഥലമാണത്. അവർക്ക് ഇപ്പോൾ പാലിയേറ്റീവ് കെയർ പോലെ എന്ന് വെച്ചാൽ ഇങ്ങനെ അവർക്ക് വേദനയൊന്നും ഇല്ലാണ്ട് മരിക്കാനുള്ളൊരു കംഫർട്ടായിട്ട് മരിക്കാനുള്ളൊരു സാഹചര്യം ആയിരിക്കും. അതിനെ കൊണ്ടൊന്നും അവിടെ ജോലി ചെയ്യാനേ പറ്റില്ല. കാരണം ഇപ്പോൾ സങ്കടമുള്ളൊരു സ്ഥലമാണ്. എനിക്ക് തന്നെ ഇതുണ്ട്. ഇപ്പോൾ ഒരു പാലിയേറ്റീവ് ആയിട്ടുള്ള ഒരു 10-27 വയസ്സുള്ളൊരു ചെക്കനായിരുന്നു. ഇങ്ങനെ വന്നു പെട്ടെന്ന് അങ്ങ് ഇതായി പോയി മരിച്ചുപോയി. അവരുടെ പേരൻസിൻ്റെ ഒക്കെ ഞാൻ തന്നെ അതിൽ നിന്നൊന്ന് റിക്കവർ ആവാനായിട്ടൊരു 3-4 ആഴ്ച എടുത്തു. അപ്പോൾ പിന്നെ എല്ലാ ദിവസവും അവിടെ ജോലി ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതിയല്ലോ. അതൊന്നും പറ്റത്തില്ല. നമുക്ക് അതൊക്കെ പറ്റും എന്നുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ ഒരു ഇതുണ്ടെന്നുള്ള ആളുകൾക്ക് അവിടെയൊക്കെ പോയി ജോലി ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം മരിക്കാൻ തയ്യാറായിട്ടായിരിക്കും വരുന്നത്. എന്ന് വെച്ചാൽ മരിക്കുകയാണ്, അവരുടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് മരിക്കുക എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്കൊന്നും പ്രത്യേകമായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഇപ്പം ജീവൻ രക്ഷിക്കാനുള്ളൊരു ഇത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അവരങ്ങ് ഇതായിട്ട് വിടുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ മരിക്കുമോ, ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് മരിക്കുമോ എന്ന് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്സിലൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇത്ര നേരം നമ്മുടെ അടുത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ, പ്രത്യേകിച്ച് കാർഡിയോളജിയൊക്കെ ആകുമ്പോഴേ ഇപ്പം ഇത്ര നേരം നമ്മളോട് സംസാരിച്ചിരുന്ന ആളുകൾ നമ്മൾ പെട്ടെന്ന് അടുത്ത സുപ്രഭാതത്തിൽ മരിച്ചു പോകും ചിലപ്പോഴെങ്കിലൊക്കെ. അല്ലെങ്കിൽ അവരെ നമ്മൾ ചിലപ്പം നമ്മൾ റിയാനിമേഷൻ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മൾ അയാളെ CPR ഒക്കെ കൊടുത്ത് ഇതാക്കി എടുക്കേണ്ടി വരും. അതൊക്കെ പെട്ടെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ എല്ലാ സെൻസസും വർക്കായിട്ടിരുന്നാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പോലും പറ്റുള്ളൂ. പിന്നെ ഉള്ളതാണ് ഒരു ആംബുലൻസ് ഫ്ലീഗഡിൻസ്റ്റ് എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ അവർക്ക് കറക്റ്റായിട്ട് വീട്ടിലിരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ടാവില്ല. അതുപോലെ അവർക്ക് കോളേജ് ഹോമിൽ പോകാനുള്ളൊരു ആ ഒരു സാഹചര്യം ആയിട്ടും ഇല്ല, അല്ലെങ്കിൽ പോകാൻ മനസ്സില്ല. അങ്ങനെയുള്ള അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ അവരുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പം അവർക്ക് ജസ്റ്റ് ഒരു സഹായം മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്ത് നമ്മൾ വീട്ടിൽ തന്നെ താമസിക്കും. അപ്പം ഇങ്ങനെ നഴ്സുമാരൊക്കെ വന്ന് വീട്ടിൽ വന്ന് നമ്മളെ ശുശ്രൂഷിച്ചിട്ട് പോകും. അപ്പം അങ്ങനെ പോകുന്ന ആളുകൾക്ക് ഇപ്പം ഒരു ഇത്ര അളവെന്നുണ്ടാവും. ഇപ്പോൾ ഒരു 20 കിലോമീറ്റർ റേഡിയസ് അല്ലെങ്കിൽ 30 കിലോമീറ്റർ റേഡിയസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ചിലവർക്ക് ജസ്റ്റ് സോക്സ് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഷുഗർ നോക്കി കൊടുത്തിട്ട് ഇൻസുലിൻ കൊടുത്താൽ മതിയായിരിക്കും. അങ്ങനെ അല്ലാണ്ട് ഭയങ്കര കിടന്നിറപ്പ് കിടക്കുന്ന പേഷ്യൻസും ആൾക്കാരും ഉണ്ടാവും. അപ്പം ഒറ്റയ്ക്കൊക്കെ അവരെ നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടല്ലേ. അപ്പം അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓരോരുത്തരും ഇപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഓരോരുത്തർ താമസിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ അതും എനിക്ക് പേഴ്സണലി അത്ര ഒരു ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ടാണ് ഞാനത് ട്രൈ പോലും ചെയ്യാത്ത ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടെ. അങ്ങനെ പിന്നെ അപ്പോൾ ഇതൊക്കെയാണുള്ളത്. ഇനി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും ഇതൊക്കെ നമ്മൾ വന്ന് മനസ്സിലാക്കി എടുക്കുന്നതാണ്. കാരണം അതിൽ കൂടുതൽ നമുക്ക് അങ്ങനെ ഒരു പരിധിക്കുള്ളിൽ പറഞ്ഞു തരാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറഞ്ഞാൽ പോലും ഇതിനകത്ത് മിസ്സായി പോകുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ ചോദിക്കാൻ പറ്റും, അതിങ്ങനെയല്ലേ ഇതങ്ങനെയല്ലേ എന്ന് ചോദിക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം കൂടി എനിക്ക് ഇൻക്ലൂഡഡ് ആക്കിയിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് സൂപ്പർഫിഷ്യൽ ആയിട്ടൊന്ന് പറഞ്ഞു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേ മെസ്സേജ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന സമയത്ത് എനിക്ക് തന്നെ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പം അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിൽക്കുന്നവർക്ക് വരാനായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് എളുപ്പമാണല്ലോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അറിയാലോ, അല്ലെങ്കിൽ ഇതൊക്കെയാണെന്നൊരു അന്നെങ്കിലും ഒരു ഐഡിയ വെച്ചിട്ടെങ്കിലും വരാലോ. അങ്ങനെ ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം ഇത് കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകുമെന്നുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ പരിചയക്കാരോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.